എല്ലാ ദിവസവും അതിരാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചനധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ഭാഗ്യവചനധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഭാഗ്യവചന ധാരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടതകളും ദുഃഖങ്ങളും വരുമ്പോൾ നാം പ്രാർത്ഥിക്കാറുണ്ട്. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുകയും ചെയ്യുന്നു. നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം നൽകി അനുഗ്രഹിക്കുന്ന ദൈവത്തെയാണ് നമുക്കറിയാവുന്നത്. ഒരിക്കൽ ശ്രീബുദ്ധനോട് തൻ്റെ ശിഷ്യൻ ചോദിച്ചു, അങ്ങ് ദീർഘമായി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അതിൽ അങ്ങേക്ക് എന്താണ് കിട്ടുന്നത്? ബുദ്ധൻ കുറച്ചു നേരം ആലോചിച്ചിട്ട് പറഞ്ഞു, വാസ്തവം പറഞ്ഞാൽ എനിക്കൊന്നും കിട്ടുന്നില്ല. എന്നാൽ എന്നിൽ നിന്ന് പലതും നഷ്ടപ്പെടുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ ശിഷ്യന് അത്ഭുതം തോന്നി. ശിഷ്യൻ ചോദിച്ചു, എന്താണ് ഗുരു നഷ്ടപ്പെടുന്നത്? ബുദ്ധൻ പറഞ്ഞു, എന്നിലുള്ള അഹങ്കാരം, അസൂയ, അത്യാഗ്രഹം, നിരാശ, വെറുപ്പ്, വിദ്വേഷം, കോപം, വാശി, പ്രതികാരം, മറ്റുള്ളവരുടെ കുറ്റം കണ്ടെത്തുക, പരിഹസിക്കുക, ധനത്തോടും ഭക്ഷണത്തോടും ലോകമോഹങ്ങളോടുമുള്ള ആർത്തി എന്നിങ്ങനെയുള്ള പലതും എന്നിൽ നിന്ന് നഷ്ടപ്പെടുന്നുണ്ട്. അത് എനിക്ക് ആത്മസന്തോഷം തരുന്നു. ഇതിനു വേണ്ടിയാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. വിശുദ്ധ ബൈബിളിൽ ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 16 മുതലുള്ള വാക്യങ്ങൾ 2 കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കയില്ല എന്ന് ഞാൻ പറയുന്നു. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ നമ്മിൽ പ്രതികൂലമല്ലോ. 1. ജഡത്തിന്റെ മോഹങ്ങൾ നാം ഉപേക്ഷിക്കണം. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. 2. ആത്മാവിൻ്റെ ഫലങ്ങൾ സ്വീകരിക്കണം. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-23 വാക്യങ്ങളിൽ പറയുന്നു, ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. ക്രിസ്തു യേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. ആത്മാവിൽ നാം ജീവിക്കുന്നു എങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. പ്രിയമുള്ളവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 31 മുതലുള്ള വാക്യങ്ങളിലൂടെ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ആകയാൽ നാം എന്തു തിന്നും, എന്തു കുടിക്കും, എന്തു ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യം എന്ന് അറിയുന്നുവല്ലോ. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും എന്ന് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നത് പോലെ പ്രവർത്തിക്കുവാനും ജീവിക്കുവാനും ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.